നാടിൻ്റെ നന്മകളായ നാട്ടുവഴികളിലൂടെ, കൃഷിയിടങ്ങളിലൂടെ, പൂപ്പാടങ്ങളിലൂടെയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കൊച്ചു സഞ്ചാരം. ഇത് സ്വിറ്റ്സർലൻഡിലെ ആൽഷിം എന്നൊരു കൊച്ചു ഗ്രാമമാണ്. ഇത് നമ്മുടെ നാട്ടിലെ കടുക് പോലെ ഇവിടെ പറയുന്നത് റാപ്സ് എന്നാണ്. എണ്ണയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. കടുക് പോലെ തന്നെയാണ് ഇരിക്കുന്നത്, പക്ഷേ ഇവിടെ റാപ്സ് എന്നാണ് പറയുന്നത്. സൺഫ്ലവർ ഓയിൽ പോലെ തന്നെ വളരെ സുലഭമാണ് ഇവിടെ റാപ്സ് ഓയിലും. നല്ല രസമുണ്ടല്ലേ ഈ മഞ്ഞപ്പൂക്കൾ ഇങ്ങനെ നിൽക്കുന്നത് കാണാനായിട്ട്. ഈ പ്രദേശം മുഴുവൻ കൃഷിയിടങ്ങളും ഫാം ഹൗസുകളും അതുപോലെ കുതിരാലയങ്ങളൊക്കെയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കുതിര ഇറച്ചി കിട്ടും തിന്നാനായിട്ട്. വിന്ററിൻ്റെ അതിശൈത്യം കഴിഞ്ഞ് തിരുനാളത്തെ ഇരുണ്ട കാലാവസ്ഥയ്ക്ക് ശേഷം തെളിച്ചമുള്ള ഒരു കാലാവസ്ഥയിലേക്ക്, അതായത് സ്പ്രിംഗ് സീസണിലേക്ക് യൂറോപ്പ് ആകെ കടന്നിരിക്കുകയാണ്. വിന്ററിൽ ഇലയെല്ലാം പൊഴിച്ച് വാടിക്കരിഞ്ഞിരിക്കുന്ന വൃക്ഷങ്ങളും ചെടികളുമെല്ലാം ഒരു നവവധുവിനെ പോലെ ആടയാഭരണങ്ങളെല്ലാം എടുത്തണിഞ്ഞ് സുന്ദരിയാകുന്ന സീസണാണ് സ്പ്രിംഗ് സീസൺ. ഇതെല്ലാം ഇവിടുത്തെ കൃഷിയിടങ്ങളാണ്. ഈ പച്ചപ്പുല്ലുകളെല്ലാം ഇവിടുത്തെ കന്നുകാലികൾക്ക് വിന്ററിൽ ഭക്ഷണമായി വളർത്തുന്ന പുല്ലുകളാണ്. കഴിഞ്ഞ മാർച്ചിൽ പഞ്ചാബിലൂടെ കടന്നു പോകുമ്പോഴും ഇത്തരത്തിലുള്ള കടുക് പാടങ്ങൾ ധാരാളം കാണാൻ സാധിച്ചു. വിന്റർ കഴിഞ്ഞാൽ ആദ്യമായി ഇവിടെ വിളവെടുപ്പ് നടത്തുന്ന ഒരു കൃഷിയാണെന്ന് തോന്നുന്നു ഈ റാപ്സ്. ഒരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ, തണുപ്പ് എന്ന അർത്ഥം വരുന്ന ഒരു കളർ പറയാമോ? അറിയാൻ പാടില്ലെങ്കിൽ ഞാനൊരു ക്ലൂ തരാം. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കളർ മഞ്ഞ. നമ്മൾ മഞ്ഞ എന്ന് പറയില്ലേ, മഞ്ഞ്, തണുപ്പ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷിയിടങ്ങളും അതുപോലെ തന്നെ ഒത്തിരി കാടുകളും അതായത് വനങ്ങളും ഇവർ സംരക്ഷിക്കുന്നുണ്ട്. സ്വിറ്റ്സർലൻഡിൽ കൃഷിയിടങ്ങൾ മാത്രമല്ല പ്രകൃതിയും കാടും എല്ലാം സംരക്ഷിക്കുന്നത് നമ്മളൊക്കെ ഒന്ന് കണ്ടു പഠിക്കേണ്ടത് തന്നെയാണ്. പ്രകൃതിയോട് വളരെ ഇണങ്ങിയാണ് ഇവിടുത്തെ മനുഷ്യരും അവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ ഇവിടെ അധികം കാണാൻ സാധിക്കില്ല. ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചെറിയൊരു വനത്തിലൂടെയാണ്. അതുപോലെ എടുത്തു പറയേണ്ട ഒന്നാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള കളിസ്ഥലങ്ങളും ഇതുപോലുള്ള പാർക്കുകളും ഏത് ഗ്രാമത്തിലായാലും ഉണ്ടാകും. അടുത്ത കൃഷി ചെയ്യാനുള്ള സ്ഥലങ്ങൾ ഒരുക്കിയിട്ടിരിക്കുകയാണ്. പിന്നെ ഈ ഗ്രാമത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഫ്രാൻസിൻ്റെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രാമമാണ്. അങ്ങനെ അതിർത്തിയൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു കാല് ഈ ഗ്രാമത്തിലും അടുത്ത കാലം ഫ്രാൻസിലെ മറ്റു ഗ്രാമത്തിലും വെച്ച് ഇങ്ങനെ നിൽക്കാം. അത്ര ശാന്തസുന്ദരമാണ് ഇവിടെ. ഈ ഗ്രാമത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 17-ാം നൂറ്റാണ്ടിൽ തടി കൊണ്ടും മണ്ണുകൊണ്ടും നിർമ്മിച്ച വീടുകളാണ്. അത് ഇന്നും നന്നായി പരിപാലിക്കുന്നു.